ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെയും ചോറിൻ്റെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന കടച്ചക്ക ചിക്കൻ കുറുമ റെഡിയാക്കാം. നമ്മൾ സാധാരണ പൊട്ടാറ്റോ എല്ലാം ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. നമുക്കത് ഉടഞ്ഞു പോകാതെ കുക്കറിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. കറിയിലോട്ട് ഞാനൊരു കടച്ചക്കയുടെ ഹാഫ് പോർഷനാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മിഡിലൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഈ ഒരു പോർഷനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. എല്ലാ പീസസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും കടച്ചക്കയും കൂടി കറി വയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറി ട്രാൻസ്പെറൻ്റായി വരണം. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയുടെ കളറെല്ലാം ചെറുതായി ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും 1 പീസ് ഇഞ്ചി ചതച്ച് വെച്ചതും 7 വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ലൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ് സ്മെല്ലെല്ലാം മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിലോട്ട് ഈ സമയം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ബാലൻസ് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എരിവ് കുറവായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ചിക്കനിലേക്കും കടച്ചക്കയിലേക്കും പിടിക്കാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് നന്നായി വാഷ് ചെയ്ത് വെച്ച 1/2 kg ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച കടച്ചക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളി ഒന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ഇത് ചിക്കനും കടച്ചക്കയെല്ലാം വെന്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ വെന്ത് വന്നോളും. നമ്മൾ സാധാരണ ചിക്കനും കിഴങ്ങും കൂടി ചേർത്ത് കറി വയ്ക്കാറുണ്ട്. അതിനും നല്ല ടേസ്റ്റാണ് ചിക്കനും കടച്ചക്കയും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ. കടച്ചക്കയിൽ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ സ്റ്റോക്കും കൂടെ ഇതിൽ മിക്സായി നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒറ്റ വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം. കടച്ചക്കയും ചിക്കനും എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. 1 വിസിൽ വരുത്തി എയർ പോകുമ്പോഴേക്കും കടച്ചക്കയും ചിക്കനും എല്ലാം വെന്ത് വന്നിട്ടുണ്ടാകും.
ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചിക്കനും കടച്ചക്കയും എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിലോട്ട് ഇനി അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടച്ചക്കയെല്ലാം ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓവറായി തിളപ്പിച്ചെടുത്ത് ഇതെല്ലാം ഉടഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഈ മസാലകളെല്ലാം അരപ്പിലൊന്ന് പിടിച്ചു വരുന്ന വരെ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇപ്പം എല്ലാം കൂടി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 6 ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചുവന്നുള്ളി എല്ലാം നന്നായി തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് താളിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചുവന്നുള്ളി എല്ലാം ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പിലയും 2 ഉണക്കമുളക് പൊട്ടിച്ച ശേഷം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടച്ചക്കയൊന്നും ഉടഞ്ഞു പോകാതെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ കടച്ചക്ക ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ കടച്ചക്ക നിറയെ കിട്ടുന്ന സമയമായതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.